എനിക്കൊരാളെ കല്യാണം കഴിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു, ഒരു പുരുഷനോട് തന്നെ ജീവിക്കണമെന്ന്. അപ്പോൾ പലരും ചോദിച്ചു, നിങ്ങൾക്ക് ട്രാൻസ്ജെൻഡർ അല്ലേ, അപ്പോൾ ട്രാൻസ്ജെൻഡറിനെ തന്നെ കല്യാണം കഴിച്ചുകൂടെ, ട്രാൻസ്മെൻ ആയിട്ടുള്ള ഒരാളെ കല്യാണം കഴിച്ചുകൂടെ, അതല്ലെങ്കിൽ ഞാൻ ഏതാണ്ടൊരു 39ഓളം പുരുഷന്മാരെ നേരിട്ട് പോയി കണ്ടിട്ടുണ്ട്. ശസ്ത്രക്രിയ കഴിയുന്നതിന് മുമ്പ് മുഖങ്ങൾ എന്ന മാസികയിൽ ഞാനൊരു പരസ്യം കൊടുത്തിരുന്നു. അന്ന് ഞാൻ അവരുടെ കവർ ഗേളായിരുന്നു. കവർ ഗേൾ തന്നെ പറയാം, കവർ ട്രാൻസ് വുമൺ എന്നോ എന്താ പറയാം. എനിക്കൊരു വിവാഹം കഴിക്കണമെന്ന് ഏഷ്യാനെറ്റിലൊക്കെ വലിയ വാർത്തയൊക്കെ വന്നതാണ്. അപ്പോൾ അന്ന് ഞാൻ കൊടുത്തിരുന്നൊരു കാറ്റഗറി എന്ന് പറയുന്നത് അതായത് സർജറിക്ക് ശേഷവും ഞാൻ കൊടുത്തൊരു കാറ്റഗറി എന്ന് പറയുന്നത് ബിറ്റ്വീൻ 30, അന്ന് എനിക്ക് ഐ വാസ് ഹാർഡ്ലി 33 ഓർ സംതിങ്, അപ്പോൾ 35 to 75 ആണ്. നമുക്കറിയില്ലല്ലോ, ഈ സർജറി കഴിഞ്ഞതേ ഉള്ളൂ. ഈ സർജറിയുടെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് എന്തായിരിക്കുമെന്ന് അന്ന് അറിയില്ല. അത് ചിലപ്പം നെഗറ്റീവ് ആകാം, ചിലപ്പോൾ പോസിറ്റീവ് ആകാം. അപ്പോൾ ഈ കല്യാണം അന്വേഷിച്ച് വന്ന പല പുരുഷന്മാരും അവർ നമ്മളെ പരിഹസിച്ച് വന്നതാണോ, ട്രോൾ ചെയ്യാൻ വന്നതാണോ, ആത്മാർത്ഥമായിട്ട് വന്നതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അതിൽ കുറച്ച് പേര് ആത്മാർത്ഥമായിട്ട് വന്നവരുണ്ടായിരുന്നു. അതിൽ മതം മാറ്റാൻ ശ്രമിച്ചവരൊക്കെ ഉണ്ടായിരുന്നു. എന്താണ്, ഒരു പ്രത്യേകതരം ഡ്രസ്സിട്ട് ഫേസ്ബുക്കിൽ ഫോട്ടോ ഇട്ടാൽ മതി, മാസം 25,000 രൂപ അക്കൗണ്ടിലേക്ക് അയച്ചു തരാം, റെഡിയാണോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ളവരുണ്ട്. അതുപോലെ സിലോണിൽ കൊണ്ടുപോയിട്ട് ക്രിസ്ത്യാനിറ്റിയിലേക്ക് മതം മാറ്റി എന്താണ് പാസ്റ്ററായിട്ട് കൂടെ വരാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുള്ളവരുണ്ട്. അപ്പോൾ അതിലൊന്നും ഞാൻ ഐ വാസ് നോട്ട് ഹാപ്പി. അപ്പോൾ ചോദിക്കുമ്പോൾ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ മറുചോദ്യം അവർ ചോദിക്കുന്നത്, അല്ല കല്യാണം കഴിച്ചിട്ട് ഇപ്പോൾ കുട്ടിയൊന്നും ഉണ്ടാവാൻ പോകണില്ലല്ലോ, പ്രസവിക്കാനൊന്നും പറ്റില്ലല്ലോ, നമുക്കിങ്ങനെ വെറുതെ നടക്കാനല്ലേ പറ്റുള്ളൂ എന്ന് ചോദിച്ചിട്ടുള്ളവരും ധാരാളമുണ്ട്. പിന്നെ ഈ പറയുന്ന ചിലർ, അയ്യോ സർജറി കഴിഞ്ഞല്ലോ, അപ്പം സർജറി ചെയ്ത ഭാഗം ഉപയോഗിച്ചില്ലെങ്കിൽ അത് അടഞ്ഞു പോകില്ലേ, അങ്ങനെ പോലും ചോദിച്ചിട്ടുള്ള കുറേ ഞരമ്പ് രോഗികളെയും എനിക്കറിയാം. അപ്പോൾ ഒത്തിരി ആളുകൾ ഇപ്പോഴും എന്നെ കല്യാണം പ്രപ്പോസ് ചെയ്തിട്ട് ഇതുവരെ കാണാൻ വരാത്ത ചില പുരുഷന്മാരും ഉണ്ട്. അപ്പം ഞങ്ങൾ ആക്ച്വലി ഇങ്ങനെ ഒരു വിവാഹം എനിക്ക് വേണം, എനിക്കൊരു കുടുംബജീവിതം വേണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ എന്താ പറയുക, മറ്റ് ബാരിയേഴ്സ് ഉണ്ടല്ലോ. ഒരു ട്രാൻസ്ജെൻഡർ വുമൺ എന്ന രീതിയിൽ ഇൻ്റർസെക്സ് എന്നുള്ള മാറ്റി നിർത്തിയാൽ തനിക്ക് ആർത്തവമില്ല എന്നും താൻ പ്രസവിക്കില്ല എന്നും ഒരു സ്ത്രീ വിവാഹത്തിന് മുൻപേ പ്രസ്താവിച്ചാൽ അത്തരം സ്ത്രീകളെ സമീപിക്കാൻ പൊതുസമൂഹത്തിന് വലിയ പ്രശ്നമാണ്. അതല്ല, കല്യാണം കഴിച്ച ശേഷം കുട്ടികളുണ്ടായില്ല, അയ്യോ ഞാൻ അവളുടെ കൂടെ ജീവിച്ചിട്ട് കുട്ടികളുണ്ടായില്ല, അവൾ പിന്നെയാണ് എന്നോട് ട്രാൻസ്വുമൺ ആണെന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഒരു പുരുഷനെ സംബന്ധിച്ച് രക്ഷപ്പെടാൻ ഒരു എസ്കേപ്പിസത്തിനൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനെ ഒരു നല്ല റിലേഷൻഷിപ്പ് ഒന്നും വന്നില്ല. ഒരുപാട് പേര് പ്രപ്പോസ് ചെയ്തിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു, അയാൾ എപ്പോഴും ഉണ്ട്, കണ്ണൂരാണ് അയാളുടെ വീട്, തലശ്ശേരിയിലാണ്. ഇപ്പോൾ അയാൾ മലപ്പുറത്ത് എവിടെ ജോലിയാണ്. അയാളിങ്ങനെ എല്ലാ മാസവും വിളിക്കും, മല്ലിക ഞാൻ അടുത്ത മാസം വരും കാണാൻ അങ്ങനെ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പ്രളയം, 2018 പ്രളയം. അപ്പോൾ ആ പ്രളയത്തിൻ്റെ സമയത്ത് തൃശ്ശൂർ കളക്ട്രേറ്റിൽ, അതുപോലെ തൃശ്ശൂർ MTIയിലൊക്കെ ഈ പ്രളയബാധിതരായ ആളുകളെ സഹായിക്കുന്ന രീതിയിൽ ചില ഡ്രസ്സ് കളക്ഷൻസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ച് സാധനങ്ങൾ പുതിയത് വാങ്ങി വെച്ച, കുറേ പഴയതല്ല, കുറച്ച് പുതിയ സാധനങ്ങൾ കൊണ്ട് ഒരു സുഹൃത്തും ഞാനും വന്നിട്ട് അവിടെ കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അവിടെ ഒരു പയ്യനിങ്ങനെ നടന്നു പോകുന്ന, കാരണം നമ്മുടെ ചോയ്സിലല്ലാത്തൊരാൾ, നമ്മുടെ കാറ്റഗറി, നമ്മുടെ ആ സ്പെസിഫിക് നമ്പറിൽ വരാത്തൊരാൾ എന്ന രീതിയിൽ ഒരു പുരുഷനങ്ങനെ നടന്നു പോകുന്ന കണ്ടു, ചിരിച്ചു. ഞാൻ പിന്നെ ആരെ കണ്ടാലും ചിരിക്കും, കാരണം ആളുകൾക്ക് എന്നെ അറിയാം എന്നുള്ളൊരു ധാരണ, ഒരു കവി എന്നുള്ള രീതിയിൽ എൻ്റെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കുന്ന കരുതി ഞാനിങ്ങനെ ചിരിച്ചു പോന്നു. പക്ഷേ പലയിടങ്ങളിലും ഇതേ മുഖം ഇങ്ങനെ ആവർത്തിച്ച് കാണുന്നുണ്ട്. സാഹിത്യ അക്കാദമിയിലും അവിടെ ഇവിടെയൊക്കെ ഞാൻ ഈ മനുഷ്യനെ കാണുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം വന്നിട്ട് എന്നോട് ചോദിച്ചു, വിജയരാജ മല്ലിക അല്ലേ? അതെ നമസ്കാരം, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ഇഷ്ടമാണ്, നല്ല കണ്ണാണെന്നും നല്ല ചുണ്ടാണെന്നൊക്കെ പറയുന്ന ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമെന്ന് കരുതി. പക്ഷെ പിൽക്കാലത്ത് ഇഷ്ടമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അത് ഒരു സൗഹൃദത്തിലേക്കും പിന്നെ ഒരു പ്രണയത്തിലേക്കുമൊക്കെ അത് കടക്കുമെന്ന് എനിക്ക് ഉറപ്പായപ്പോൾ
അദ്ദേഹം എൻ്റെ അടുത്ത് ഒരു കാര്യം തുറന്നു പറഞ്ഞു. എന്നെ അഖില എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ഈ നാട്ടുകാർ മുഴുവൻ എന്നെ മല്ലി എന്നാണ് വിളിക്കുന്നത്. ചിലർ മല്ലിക എന്ന് വിളിക്കും, ചിലർ വിജയരാജ എന്ന് വിളിക്കും. എനിക്ക് പക്ഷേ രാജമല്ലികയായിട്ട് അറിയപ്പെടാനാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ ഇത് തിരിച്ചിട്ടു, ഈ മല്ലിക എന്നുള്ള തിരിച്ചിട്ടിട്ട് ആ എമ്മങ് എടുത്ത് കളഞ്ഞു, അഖില എന്നാണ് അദ്ദേഹം വിളിക്കുക. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് ഒരു ദിവസം പറഞ്ഞു, ഞാൻ ഒരു കള്ളം പറഞ്ഞിട്ടുണ്ട്. ചോദിച്ചു എന്താണ്? എനിക്ക് അന്ന് ഐ വാസ് ഹാർഡ്ലി 34 or 35. എനിക്ക് ശരിക്കും 36 വയസ്സൊന്നുമില്ല. എൻ്റെ അടുത്ത് അദ്ദേഹം പറയാണ്, ഞാൻ അഖിലേക്കാളും 6 വയസ്സ് ഇളയതാണ്, ഞാനൊരു മുസ്ലിമാണ്, എൻ്റെ വീട്ടിൽ ഈ ഒരു പ്രണയബന്ധം അറിഞ്ഞിട്ടുണ്ട്, അവരെന്നെ പല രീതിയിൽ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അപ്പോൾ ഇങ്ങനൊരു പ്രശ്നം എനിക്കുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു വീട്ടിലറിയാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം ആദ്യം പറയുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു വീട്ടിലറിഞ്ഞാൽ എന്താ ഉണ്ടാവുക? വീട്ടിലറിഞ്ഞാൽ ഒന്നുമില്ല, എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ അന്ന് മുതൽ ഞാൻ പിന്തിരിപ്പിക്കുന്നുണ്ട്. എന്തിനാണ് നമുക്ക് ഡേറ്റിംഗ് വേണമെങ്കിലാകാം, പക്ഷേ വിവാഹത്തിലേക്ക് കടക്കണോ? കാരണം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ സ്നേഹിക്കുന്നൊരു ഫാമിലി, നിങ്ങളുടെ ഉപ്പ മരിച്ചു പോയ ശേഷം നിങ്ങളെ വളർത്തി വലുതാക്കിയ നിങ്ങളുടെ ഉമ്മയുടെ സഹോദരങ്ങൾ, നിങ്ങളുടെ സഹോദരിമാർ, സഹോദരൻ, എല്ലാവരും വളരെ നല്ലൊരു നിലയിൽ ജീവിക്കുന്നു. എന്നെ സംബന്ധിച്ച് എൻ്റെ അച്ഛൻ മരിച്ചുപോയി. നമ്മളിപ്പോൾ എത്ര റിച്ചാണെന്ന് പറഞ്ഞാലും നമ്മൾക്ക് ബന്ധുമിത്രങ്ങളില്ലാതെ നമ്മൾ ഈ ഏകാന്തമായ ജീവിതം ജീവിക്കുമ്പോൾ അതിലെന്ത് റിച്ച്നെസ്സാണുള്ളത് എന്നുള്ളത് മറു ചോദ്യം. അപ്പോൾ അംഗീകരിക്കാത്തൊരമ്മ, വയ്യാത്ത അന്ന് അച്ഛൻ മരിച്ചിട്ടില്ല, അച്ഛൻ ജീവിച്ചിരിക്കുന്നുണ്ട്, അച്ഛൻ, പിന്നെ ഒരു രീതിയിൽ സഹകരണമില്ലാത്തൊരു സഹോദരി, വീടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ എൻ്റെ ജീവിതം ഞാൻ ശരിക്കും എനിക്ക് തോന്നുന്നു വയലാറിൻ്റെ ഒരു പാട്ടില്ലേ, കാദംബരി പുഷ്പ സദസ്സിൽ കൗമാരം കൊരുത്തതാണ് ഈ മാല്യം. അതിലൊരു വരിയുണ്ട്, എന്തിനിത് ചിറകിൽ നിന്നെടുത്തു, എന്നെ എന്തിനു ചിറകുകൾ പൊതിഞ്ഞു, സ്വർഗസാമ്രാജ്യത്തിൽ നിന്നും നീ എന്തിനെ മദ്ദലനയിൽ വന്നു. എത്ര നമ്മൾ ആത്മാർത്ഥമായിട്ട് ജീവിച്ചാലും ഒരു ട്രാൻസ്ജെൻഡറിൻ്റെ, പ്രത്യേകിച്ച് ഒരു ട്രാൻസ് വുമൻ്റെ ജീവിതം മദ്ദലനയോട് ചേർത്ത് വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ സമൂഹമുണ്ട്. അപ്പോൾ ഈ ഒരു എന്താ പറയുക, ഒരു ഹാപ്പി സോണിൽ, സേഫ് സോണിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് എന്നെ സ്വന്തമാക്കുക എന്ന് പറയുന്ന വലിയൊരു ടാസ്ക്കായിട്ടുള്ള കാര്യമാണ്. അന്ന് ഞാൻ തൃശ്ശൂർ പാരാലീഗൽ വോളണ്ടിയറായിട്ട് വർക്ക് ചെയ്യുന്ന സമയം പോലീസ് സ്റ്റേഷനിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇദ്ദേഹം വൈകുന്നേരം വരും, ഇദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ വണ്ടിയിൽ എന്നെ കൊണ്ടുപോകും. അപ്പോൾ പലതരത്തിലുള്ള ചർച്ചകൾ പോലീസുകാരുടെ ഇടയിൽ, അവിടെ വരുന്ന ആളുകളുടെ ഇടയിൽ, ഈ ചെക്കൻ അവിടെയുള്ള ആ തറവാട്ടിലെ കുട്ടിയല്ലേ, ഇതെന്താണ് ഈ ഹിജഡയുടെ കൂടെ എന്നൊക്കെ പല ചർച്ചകൾ പലയിടങ്ങളിൽ. ഞാനൊരു ഹിജഡയല്ല, ഞാനൊരു ട്രാൻസ് വുമൺ ആണ്, ഒരു ഇൻ്റർസെക്സ് ട്രാൻസ് വുമൺ ആണ് എന്നുള്ളത് അറിയാം. പക്ഷേ പൊതുസമൂഹത്തിന് ഹിജഡ ഏതാ, അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ ഏതാ, ട്രാൻസ് വുമൺ ഏതാ എന്നൊന്നും ആളുകൾക്ക് അറിയണം എന്നില്ലല്ലോ. അങ്ങനെ ഇരിക്കെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, ഞാനതാണ് എനിക്ക് രാഷ്ട്രീയക്കാരോടുള്ളൊരു മതിപ്പില്ലായ്മ ഇതാണ്, ഒരു രാഷ്ട്രീയക്കാരൻ അവരുടെ ഫാമിലിയിൽ പോയിട്ട് പറഞ്ഞു അത്രേ, വിജയരാജ മല്ലിക എന്ന ഹിജഡ നിങ്ങളുടെ മകനെ തട്ടിക്കൊണ്ട് പോയിട്ട് വിവാഹം കഴിച്ചുവെന്ന് കാണിച്ചിട്ട് ആ ഹിജഡ നിങ്ങളുടെ മകനെ സാരി ഉടുപ്പിച്ചിട്ട് ഓപ്പറേഷൻ ചെയ്യിപ്പിച്ചിട്ട് മണ്ണൂത്തി പാലത്തിൻ്റെ അടിയിൽ സെക്സ് വർക്കിന് നിർത്തും എന്ന് അയാൾ പറഞ്ഞു അത്രേ. പക്ഷെ അതേസമയം ആ മനുഷ്യൻ ഞങ്ങളോട്, എൻ്റെ അടുത്ത്, വിജയരാജ മല്ലിക ഞങ്ങളൊക്കെ ഭയങ്കര സപ്പോർട്ടിങ് ആണ് കേട്ടോ, ഈ വിവാഹമൊക്കെ നടത്താൻ സപ്പോർട്ടിങ് ആണ് കേട്ടോ എന്ന് പലതവണ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് മൂർച്ഛിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആൺനദി എന്ന എൻ്റെ പുസ്തകം, രണ്ടാമത്തെ കവിതാ സമാഹാരം ആൺനദി. പ്രളയം കൊണ്ട് എല്ലാ പുഴകളും നദികളായി സ്വയം പ്രഖ്യാപിച്ച ഒരു പ്രളയം. അതായത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവൾ പുഴയാണെന്ന് പര്യായപ്പെടുമ്പോഴും അവൾ നദിയാണെന്ന് അവൾക്ക് കാണിക്കാൻ കഴിയുന്ന ഒരു എമാൻസിപ്പേഷൻ പ്രോസസ്സിലൂടെയാണ് അവൾ കടന്നു പോകുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ആഗ്രഹിക്കുന്ന നദി, ഞാനൊരു കടലാണ്, അല്ലെങ്കിൽ ഞാനൊരു പെണ്ണായിരിക്കെ, ട്രാൻസ് വുമൺ ആയിരിക്കെ ഞാൻ ആഗ്രഹിക്കുന്ന നദി ആണായിരിക്കണമെന്ന് എനിക്ക്
അങ്ങേയറ്റം ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ പുസ്തകത്തിന് ആൺനദി എന്ന് പേരിടുന്നത്. എനിക്കൊന്ന് മലയാളത്തിൽ ആദ്യമായിട്ട് അങ്ങനെ ഒരു പദം, ആൺനദി എന്നൊരു പദം ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. ആ പുസ്തകത്തിൽ 10ഓളം പുതിയ മലയാള പദങ്ങളൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നു. അർത്ഥവമില്ലാത്ത മേഘങ്ങൾ തുടങ്ങി കുറേ വാക്കുകൾ. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ പ്രകാശനത്തിൻ്റെ വേളയിൽ ഇദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. എങ്ങനെ, വയനാട്ടിലുള്ളൊരു സുഹൃത്തിൻ്റെ സഹോദരിയുടെ വിവാഹമാണെന്നും പറഞ്ഞ്. വീട്ടുകാർക്ക് സംശയം തോന്നി. അവർ ആ സുഹൃത്തിൻ്റെ ഫോൺ നമ്പർ എങ്ങനെയോ കളക്ട് ചെയ്ത് വാങ്ങിച്ചപ്പോൾ അങ്ങനെ ഒരു വിവാഹമില്ല. അവർക്ക് മനസ്സിലായി എൻ്റെ പുസ്തക പ്രകാശനത്തിന് വരികയാണെന്ന്. അങ്ങനെ തിരൂർ മലയാള സർവകലാശാലയിൽ ആൺനദിയുടെ പ്രകാശന ചടങ്ങ് നടക്കാനിരിക്കെ രാവിലെ അവരുടെ ഫാമിലിയിൽ നിന്ന് ഉമ്മയും അയൽപക്കത്തെ ഒരാളും പിന്നെ അങ്കിളും ഒക്കെ വന്നിട്ട് ഇദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങൾ റെഡ് ഹാൻഡഡ് വിഫ് കോട്ട് പിടിച്ചു, നിൻ്റെ ഫുൾ ചാറ്റ് കിട്ടി, ഫോണൊക്കെ തട്ടിപ്പറിച്ചു അവർ. എന്നിട്ട് പറഞ്ഞു, ഈ പ്രോഗ്രാമിന് നീ ഇവിടെ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഞങ്ങൾ ഈ പ്രോഗ്രാം കൊളവാക്കുമെന്ന് പറഞ്ഞു അത്രേ. അപ്പോൾ ഇദ്ദേഹം വന്നിട്ട് സ്റ്റേജിലിരിക്കുന്ന എൻ്റെ അടുത്ത് പറഞ്ഞു, അഖില ഇങ്ങനെ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്, അവരുടെ കൂടെ ഞാനിപ്പോൾ പോയില്ലെങ്കിൽ അവർ ഈ പ്രോഗ്രാം കൊളവാക്കുമെന്ന് പറഞ്ഞു. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോഴും എനിക്കറിയില്ല ഹി വാസ് സീരിയസ് അബൌട്ട് ദിസ് എന്നുള്ള കാര്യം. ഞാൻ വിചാരിക്കുന്നത് എന്താ, നമ്മളിങ്ങനെ കുറേ പൂമ്പാറ്റകളെ കാണുന്നുണ്ടല്ലോ, അങ്ങനെ ഒരാളായിരിക്കും എന്ന് ഞാൻ എത്രമാത്രം സ്വാർത്ഥയാണെന്ന് ഞാനിപ്പോൾ ചിന്തിക്കുകയാണ്. കാരണം ഇപ്പോഴത്തെ ജീവിതം വെച്ച് ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ അന്ന് എത്രമാത്രം എന്നെപ്പറ്റി മാത്രം ചിന്തിച്ചു എന്ന്. അപ്പോഴും ഞാൻ വിചാരിക്കുന്ന എന്തെങ്കിലും നാടകമായിരിക്കും. പക്ഷേ അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് വന്ന് ഞങ്ങൾ ശരിക്കും ഒരു ഫോളോ ചെയ്യായിരുന്നു, നമുക്ക് അറിയണ്ടായിരുന്നില്ല. അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ എനിക്ക് പ്രോഗ്രാം തകർന്നു പോകാൻ പറ്റില്ലല്ലോ. ഞാനത് വളരെ ബുദ്ധിപൂർവ്വം ആ പ്രോഗ്രാമിൽ ഞാൻ എൻ്റെ ആ ഒരു ഉണ്മയോടെ ഞാൻ ആ പ്രോഗ്രാമിൽ ആരോടൊന്നും പറയാതെ ആ പ്രോഗ്രാം വളരെ സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങാൻ നേരത്ത് ചാൻസലർ അനിലേട്ടനായിരുന്നു വന്നത്, അനിൽ വള്ളത്തോൾ. അദ്ദേഹത്തോടും പിന്നെ റോഷ്നി സ്വപ്ന, അവർ മലയാളത്തിലെ പ്രശസ്ത കവിയാണ്, അവരുടെ ഹസ്ബൻഡും അവിടെ തന്നെ അന്ന് ഉണ്ടായിരുന്നു. അവരോടൊക്കെ ഞാനിത് ഷെയർ ചെയ്തു, ഇങ്ങനൊരു സംഭവം ഉണ്ടായിന്ന്. അപ്പോൾ അവിടുത്തെ SFIയിലെ സ്റ്റുഡൻസ് പറഞ്ഞു, മാഡം എന്തുകൊണ്ട് പറഞ്ഞില്ല, നമുക്കിപ്പോൾ നടത്തായിരുന്നല്ലോ കല്യാണം, അവർക്ക് എപ്പോഴും ആവേശമാണല്ലോ, വിപ്ലവമല്ലേ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചോദിച്ചപ്പോൾ താജുദ്ദീൻ എന്ന് പറഞ്ഞൊരു പെയിൻറ്ററുണ്ട് പൊന്നാനിയിലുള്ള, എൻ്റെ സുഹൃത്തായിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരു അധ്യാപകൻ്റെ ഭാര്യയുടെ സഹോദരനാണ് അദ്ദേഹം. ഈ റോഷ്നി സ്വപ്നയായിട്ട് സംസാരിച്ചു, ഒരു ഹസ്ബൻഡായിട്ട് സംസാരിച്ചു, എന്നെയും കൊണ്ട് തിരൂർ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു മാൻ മിസ്സിംഗ് കേസ് ഫയൽ ചെയ്തു. കാരണം പിടിച്ചുകൊണ്ട് പോയതല്ലേ. സഞ്ചാരത്തോടൊപ്പം അമേരിക്കയിലൂടെ ഒരു ദീർഘയാത്ര നടത്താൻ ഇതാ നിങ്ങൾക്കും അവസരം. സഞ്ചാരം ഒരുക്കുന്ന 14 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു അവിസ്മരണീയ യാത്ര. വണ്ടേഴ്സ് ഓഫ് USA. സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് തുടങ്ങി ലോസ് ഏഞ്ചലസ്, ലാസ് വേഗാസ്, നയാഗ്ര ഫാൾസ്, വാഷിംഗ്ടൺ DC എന്നിവിടങ്ങളെല്ലാം പിന്നിട്ട് ന്യൂയോർക്കിൽ സമാപിക്കുന്ന ദീർഘമായൊരു അമേരിക്കൻ സഞ്ചാരം. അത്ഭുതകരമായ കാഴ്ചകളിലേക്കും അനുഭവങ്ങളിലേക്കുമുള്ള യാത്ര കൂടിയാണിത്. ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ്, ഫിഷർമാൻസ് വാർഫ്, യൂണിവേഴ്സൽ സ്റ്റുഡിയോസ്, ഹോളിവുഡ് വാക്ക് ഓഫ് ഫെയിം, ഹോളിവുഡ് സൈൻ, ലാസ് വേഗാസ് എന്ന ഉല്ലാസ നഗരം, ഗ്രാൻഡ് കാനിയൻ, ഹൂവർ ഡാം, നയാഗ്ര ഫാൾസ്, വൈറ്റ് ഹൗസ്, 9/11 മെമ്മോറിയൽ തുടങ്ങി നൂറുകണക്കിന് കാഴ്ചകൾ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്തതായിരിക്കും ഈ അമേരിക്കൻ സഞ്ചാരം. ബുക്കിംഗിനും കൂടുതൽ വിവരങ്ങൾക്കും ഉടൻ വിളിക്കൂ. ഫോൺ 75919 സന്ദർശിക്കൂ sanjaram.com. ഇദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാൽ, മാൻ മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്ത കാര്യം ഞാൻ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു. അദ്ദേഹം അവിടുന്ന് എന്ത് ചെയ്തെന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ പേപ്പേഴ്സ് എല്ലാം എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വീട്ടിൽ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ബാംഗ്ലൂർ പോകുമെന്നും പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്നു. പിറ്റേ ദിവസം അദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഹാജരാക്കണമല്ലോ, മാൻ മിസ്സിംഗ് കേസല്ലേ ഫയൽ ചെയ്തത്. അങ്ങനെ എന്നിട്ട് വീട്ടുകാർ മണ്ണുത്തി പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തു, എൻ്റെ മകനെ ഒരു ഹിജട പിടിച്ചുകൊണ്ട് പോയി. അപ്പോൾ ഞാൻ ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ മണ്ണുത്തി സ്റ്റേഷനിൽ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ ഈ പോലീസ് ട്രെയിനിങ് പ്രോഗ്രാംസൊക്കെ അന്ന് കിലയ്ക്ക് വേണ്ടിയിട്ടും അതുപോലെ പോലീസ് അക്കാഡമിക്ക് വേണ്ടിയിട്ടും
പിന്നെ ഈ വനിതാ വികസന കോർപ്പറേഷൻ്റെ ഒരു പ്രോഗ്രാം അതിപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നു, ബോധ്യം എന്ന് പറഞ്ഞ് പോലീസ് ഓഫീസേഴ്സിനെ ട്രാൻസ്ജെൻഡർ മാത്രമല്ല പല വിഷയങ്ങളിലുള്ള സ്കിൽ ട്രെയിനിങ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ട്രാൻസ്ജെൻഡർ സെക്ഷനാണ് ഞാൻ ചെയ്തിരുന്നത്. അപ്പോൾ ഇവർക്കൊക്കെ പിള്ള സാറിനും പല പോലീസുകാർക്കും ഒക്കെ എന്നെ അറിയാം. അപ്പോൾ ഇവർ പോയിട്ട് പരാതിപ്പെട്ടു അത്രേ, ഞങ്ങളുടെ മകനെ ഒരു ഹിജട പിടിച്ചുകൊണ്ട് പോയി. അപ്പോൾ അവർ ചോദിച്ചു, ആര് പിടിച്ചുകൊണ്ട് പോയി? ഹിജട പിടിച്ചുകൊണ്ട് പോയി. ഓക്കെ, നിങ്ങളുടെ മകന് എത്ര വയസ്സുണ്ട്? മകന് ഇത്ര വയസ്സുണ്ട്, അതായത് 18 കഴിഞ്ഞു അല്ലേ? ഓക്കെ, നിങ്ങളീ പറയുന്ന ഹിജട ആരാ? വിജയരാജ മല്ലിക. ഓക്കെ, എന്തിനാണ് പിടിച്ചുകൊണ്ട് പോയത്? കല്യാണം കഴിക്കാൻ. അപ്പോൾ അവർ പറഞ്ഞു, പോലീസുകാർ പറഞ്ഞു, വെരി സോറി, അത് ഹിജടയാണെങ്കിലും എന്താണെങ്കിലും അവരെ സംബന്ധിച്ച് അവർ പ്രായപൂർത്തിയായ ആൾക്കാരാണ്, അവരെവിടെ പോകണം എന്നുള്ള കാര്യം ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ നിങ്ങളാളെ അറിയാതെ ഹിജട എന്നും അതും ഇതൊന്നും വിജയരാജ മല്ലികയെ വിളിക്കരുത്, അവരെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ ആ കേസ് ഡിസോൾവ് ആയിപ്പോയി. പക്ഷേ വിത്തിൻ 7 days വി ഗോട്ട് മാരീഡ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ 2 സഖാക്കൾ, ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്ന ഇടതുപക്ഷ, നമ്മൾ പാർട്ടിയിലൊന്നും അങ്ങനെ ആക്റ്റീവ് അല്ലെങ്കിലും ഞങ്ങൾ വിശ്വസിക്കുന്നൊരു പ്രസ്ഥാനമുണ്ട്. ഞാൻ CPIയും അദ്ദേഹം CPMും, 2 പ്രസ്ഥാനത്തിൻ്റെ വിശ്വാസത്തിന് പുറത്ത് ഞങ്ങൾ വിചാരിച്ചിരുന്നത് ഒരു മെയ് മാസം 1-ാം തീയതി ഒരു തൊഴിലാളി ദിനത്തിൻ്റെ അന്ന് 2020 AKG മന്ദിരത്തിൻ്റെ മുന്നിൽ പരസ്പരം രക്തഹാരം അണിഞ്ഞ് ഒന്നാകണം എന്നായിരുന്നു. പക്ഷേ ഈ നാട്ടുകാരും സമൂഹവും കുടുംബക്കാരും എല്ലാവരും ചേർന്ന് ഈ വിവാഹത്തെ പെട്ടെന്ന് നടത്തി തന്നു. ഞങ്ങൾ കല്യാണം കഴിക്കുന്ന ശാസ്ത്ര സാഹിത്യ പരിഷത്തിൽ വെച്ചിട്ടായിരുന്നു. ഒരു രക്തഹാരം അങ്ങോട്ടണിഞ്ഞപ്പോൾ സഖാവ് തിരിച്ചൊരു രക്തഹാരം ഇങ്ങോട്ടണിഞ്ഞു. ഞങ്ങൾ തീരുമാനിച്ച്, എനിക്ക് എൻ്റെ ജാഷിം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, ജാഷിം എന്നോട് 2 കാര്യം ആവശ്യപ്പെട്ടു വിവാഹശേഷം. ഒന്ന്, മതം മാറരുത്, ഒരു കാലത്തും മതം മാറരുത്. ഞാനൊരു മുസ്ലിം ആയിരുന്നു എന്ന് അദ്ദേഹം പറയാൻ കാര്യം, അദ്ദേഹത്തിൻ്റെ മതപ്രകാരം ആണും പെണ്ണും കെട്ട ഒരു ഹിജഡേനാണ് ഞാൻ കല്യാണം കഴിച്ചിട്ടുള്ളത്. അപ്പോൾ ആ മതത്തിൽ നിന്ന് അദ്ദേഹം പുറത്തു വന്നു. വൈ? ബിക്കോസ് ഹി മാരീഡ് മീ. രണ്ടാമത്തെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഞാൻ അഖിലെ കാണുന്നത് ഒരു ആക്ടിവിസ്റ്റായിട്ടും കവിയായിട്ടും സാഹിത്യകാരിയായിട്ടും പൊതുപ്രവർത്തകയായിട്ടുമാണ്. എന്നെ കല്യാണം കഴിച്ചു എന്ന് കരുതി പൊതുജീവിതം അവസാനിപ്പിക്കരുത്. അത് വേറെ ചിലർക്ക് ഇങ്ങനെ പറയാം, എന്നാൽ ഭാര്യയെ വിറ്റ്, അതായത് ഭാര്യ കൊണ്ടിരുന്ന കാശും കൊണ്ട് ജീവിക്കാം. അല്ല, ഹീ വാസ് എൻ എംപ്ലോയി. അദ്ദേഹം ആ സമയത്ത് ട്രിവാൻഡ്രം കെൽട്രോണിൽ ഹി വാസ് എ ടീച്ചർ. അതിനുശേഷം കുറച്ചു കാലം ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടി വർക്ക് ചെയ്തു. ഇപ്പോൾ നൗ ഈസ് വർക്കിംഗ് വിത്ത് ഗവൺമെൻറ് പ്രോഗ്രാം ആസ് എ കോൺട്രാക്ട് സ്റ്റാഫ്. അദ്ദേഹത്തിന് ജോലിക്ക് പോകാനോ സമ്പാദിക്കാനോ വീട്ടിൽ തരാനോ ഒന്നിനും അദ്ദേഹത്തിന് മടിയില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതായിരുന്നു, പേഴ്സണൽ ലൈഫ്, അതായത് ഈ പറയുന്ന പൊതുജീവിതമുണ്ട്, അത് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത്. ഈ 2 കാര്യം എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. അത് രണ്ടും സത്യത്തിൽ അറം പറ്റുക എന്നൊക്കെ പറയില്ലേ. കല്യാണം കഴിയുന്നത് സെപ്റ്റംബർ 7-ാം തീയതിയാണ് 2019. അന്ന് രാവിലെ ഞങ്ങളുടെ കല്യാണം, ഉച്ച കഴിഞ്ഞിട്ട് വനിതാ സാഹിതിയുടെ ഒരു പുസ്തകം, ഞങ്ങൾ എന്ന പുസ്തകം, അതിൽ ഞാനും എൻ്റെ കവിത എഴുതിയിട്ടുണ്ട്, ആ പുസ്തകത്തിൻ്റെ പ്രകാശനമായിരുന്നു. രാവിലെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ട്രെയിനിൽ പോകുന്നു. കാണുന്ന മനുഷ്യന്മാരെല്ലാം ലൈവ് കാണാണ് TV-യിൽ. എൻ്റെ അമ്മ, ഷീ നെവർ ബിലീവ് ദറ്റ് ഐ വിൽ ബി ഗെറ്റിംഗ് മാരീഡ് ടു എ മാൻ. അവരും വിചാരിച്ചത് ഞാൻ എൻ്റെ തന്നിഷ്ടത്തിന് സർജറി ചെയ്തു എന്നൊക്കെ ആയിരിക്കാം അവരുടെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ വീട്ടിൽ മെയ്ഡ് ഇരിക്കുന്ന സമയത്ത് അമ്മ വിളിച്ചിട്ട് മെയ്ഡിനോട് പറയുന്നത്, ദേ TV-യിൽ കാണിക്കുന്നു, മലയാള മനോരമയിൽ ബ്രേക്കിംഗ് ന്യൂസ്, ട്രാൻസ്ജെൻഡർ കവി വിജയരാജ മല്ലിക വിവാഹിതയായി. എൻ്റെ അമ്മ അങ്ങനെയാണത് കാണുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ പലരും ഞങ്ങളുടെ വാർത്ത ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്നുണ്ട്, ഞങ്ങളെ നോക്കുന്നുണ്ട്, ചിലർ വന്ന് സെൽഫി എടുക്കുന്നുണ്ട്. ഞങ്ങൾ എറണാകുളത്ത് ഇറങ്ങിയപ്പോൾ ഒരു യുവാവ്, ഞാൻ അയാളെ കണ്ടിട്ടില്ല, ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തെ കാണുന്നത്, ഞങ്ങളെ വന്ന് കൺഗ്രാജുലേറ്റ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, കല്യാണം കഴിഞ്ഞു അല്ലേ, വരൂ എന്ന് പറഞ്ഞിട്ട് അവിടെ അടുത്ത്, അന്ന് ആ ഹോട്ടൽ ഇപ്പോൾ കാണാനില്ല, അതിൻ്റെ അകത്ത് പണ്ടൊരു റെയിൽവേയുടെ ഒരു ഹോട്ടൽ എന്തോ ഉണ്ടായിരുന്നു, അവിടെ ചെന്നു. ഞങ്ങൾക്ക് 2 പേർക്കും ബിരിയാണി അദ്ദേഹം ഓർഡർ ചെയ്തു. ഞങ്ങൾ ബിരിയാണി കഴിച്ച് കഴിയുമ്പോൾ അദ്ദേഹം പേ ചെയ്തു. എന്നിട്ട് വന്ന് പറഞ്ഞു, ഇത് എൻ്റെ ട്രീറ്റാണ്. സത്യം എനിക്ക് അയാൾ ആരാന്ന് പോലും അറിയില്ല. അയാൾ എൻ്റെ പുസ്തകം വായിച്ചിട്ടുണ്ടെന്ന് പറയുന്നു, കവിതകൾ വായിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഐ ഡോണ്ട് നോ ദറ്റ് പേഴ്സൺ. പക്ഷെ അദ്ദേഹം വളരെ ജോവിയലായിട്ട് ബില്ലൊക്കെ പേ ചെയ്തിട്ട് ഞങ്ങൾക്ക് കൺഗ്രാജുലേറ്റ് ചെയ്ത് അങ്ങേരങ്ങ് പോയി. ഇനി ഈ വിവാഹം എന്നെ അദ്ദേഹം ചെയ്തു, ഞങ്ങൾ വിവാഹം കഴിച്ചു. ഈ വിവാഹം കഴിച്ചിട്ട് വിവാഹത്തിൻ്റെ
2-3 വർഷം കഴിഞ്ഞ ശേഷം മാതൃഭൂമി ആഴ്ച പതിപ്പ്, സാധാരണ എൻ്റെ ഹസ്ബൻഡ് ഈ പറഞ്ഞ പോലെ ഒരു ഇൻ്റർവ്യൂസും കൊടുക്കാറില്ല. ഞാൻ പിന്നെയും വല്ലപ്പോഴുമൊക്കെ ഇൻ്റർവ്യൂസ് കൊടുക്കും. ഈ സംസാരിക്കുന്ന ഇൻ്റർവ്യൂസ് തീരെ കൊടുക്കാറില്ല. റീസെൻ്റായിട്ട് ട്രൂ കോപ്പിക്ക് കൊടുത്തു എന്നല്ലാതെ ഐ ഡോണ്ട് ഗോ ആൻഡ് സിറ്റ് എനിവെയർ. ബൈ ബിക്കോസ് ഇപ്പോഴത്തെ ആ ഒരു സിസ്റ്റത്തിനോട് എനിക്ക് താല്പര്യമില്ല. വെട്ടി തിന്നുന്ന പരിപാടി ഉണ്ടല്ലോ. അപ്പം നമ്മൾ ആളുകൾക്ക് ഇങ്ങനെ വെട്ടി തിന്നാനൊരു ഇരയാകണ്ടെന്ന് കരുതി ഞാൻ എവിടെയും പോവാറില്ല ഇൻ്റർവ്യൂസിനൊന്നും. പോഡ്കാസ്റ്റ് വല്ലപ്പോഴും ചെയ്യും. അത് പെയ്ഡ് സെഷൻസ് മാത്രമേ ചെയ്യാറുള്ളൂ. പിന്നെ ഓൾ ഇന്ത്യ റേഡിയോയുടെ ഇടയ്ക്ക് പ്രോഗ്രാംസ് ചെയ്യും. അപ്പോൾ അന്ന് ഞാൻ മാതൃഭൂമി സ്കൂൾ ഓഫ് ജേർണലിസത്തിൽ വിസിറ്റിംഗ് ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. വർഷത്തിലൊരിക്കലൊരു ക്ലാസ്. ഇപ്പോൾ അവരും വിളിക്കാറില്ല, എന്തോ അവർ ചില ഇൻറ്റേർണൽ പോളിസീസിൻ്റെ ഭാഗമായിരിക്കാം. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തൊരു ഇൻ്റർവ്യൂ ചോദിച്ചു. അതിങ്ങനെയാണ് എൻ്റെ ടൈറ്റിൽ. ട്രാൻസ്ജെൻഡർ സ്ത്രീയെ വിവാഹം കഴിക്കുന്നത് സ്വാഭാവികം. ഞങ്ങൾ ഒരുമിച്ചുള്ള ഫോട്ടോ, അത് അദ്ദേഹത്തിന് നടത്തിയ ഇൻ്റർവ്യൂ എല്ലാം ഉണ്ട്. അത് ഫേസ്ബുക്കിലോ സോഷ്യൽ മീഡിയയിലോ ഇവിടെ പോസ്റ്റ് ചെയ്തപ്പോൾ ഒരു മാന്യൻ വന്നിട്ട് അതിൻ്റെ അടിയിൽ പച്ചയ്ക്ക് കമൻ്റ് ഇട്ടിരിക്കുകയാണ്, ഒപ്പനയില്ല കോൽക്കളി മാത്രം. ഒന്നുകൂടി പറയാം, ഒപ്പനയില്ല കോൽക്കളി മാത്രമെന്ന് തിരൂരങ്ങാടിയിലുള്ള ഒരു സുഹൃത്ത്, ഒരു എന്താ പറയുക, ഒരു മലയാളി മനുഷ്യൻ വന്ന് പോസ്റ്റിനിടയിൽ കമൻ്റ് ഇട്ടിരിക്കുകയാണ്. ഇതാണ് മലയാളിയുടെ സംസ്കാരം, ഒപ്പനയില്ല കോൽക്കളി മാത്രം. ഞാൻ ആലോചിക്കാറുണ്ട്, അതായത് ഞാൻ ഇദ്ദേഹം വിട്ടേക്കുമെന്ന് പറഞ്ഞാലും ഞങ്ങളുടെ കല്യാണം പത്രമാധ്യമങ്ങൾ ആഘോഷിച്ചു എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കുന്ന കോവിഡ് സമയത്ത് നമ്മൾ വീട്ടിൽ പണിയില്ലാതിരിക്കുന്നത്. അപ്പോഴാണ് ഈ വീഡിയോസൊക്കെ, അതായത് കല്യാണം കഴിഞ്ഞ് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മളിത് കാണുന്നത്. അപ്പോൾ അതിൻ്റെ അടിയിൽ പല കമൻസിലും ഇങ്ങനെ ജാഷിമിനോട് പച്ചയ്ക്ക് ചോദിക്കുന്നുണ്ട്, എന്തിനോ തിളയ്ക്കുന്ന സാമ്പാർ, 2 9 വിവാഹിതരായി, നീ എന്തിനാണ് ഹിജഡയെ കല്യാണം കഴിക്കുന്നത്, നീ എന്തിനാണ് 9 കല്യാണം കഴിക്കുന്നത്? ഞാൻ ഒരു റെപ്യൂട്ടഡ് പോയറ്റാണെന്നോ അല്ലെങ്കിൽ ഞാനൊരു പൊതുപ്രവർത്തകയാണെന്നോ ഒന്നുമല്ല, ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ ഒരു ട്രാൻസ് വുമനെ കല്യാണം കഴിച്ചതിന് ഇതൊക്കെയാണ് കമൻറ്റുകൾ. ഇപ്പം ഞാൻ ആലോചിക്കാറുണ്ട്, ജോലിയിലാകട്ടെ അല്ലെങ്കിൽ മറ്റ് വ്യവസ്ഥകളിലാകട്ടെ, അദ്ദേഹത്തിനെ അറിയുന്ന ഫ്രണ്ട് സർക്കിൾസിലാകട്ടെ, അദ്ദേഹം എത്രമാത്രം ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും ഒരു ട്രാൻസ് വുമനെ കല്യാണം കഴിച്ചതിൻ്റെ പേരിൽ സ്വയം ഇളിമ്പനാക്കുന്ന രീതിയിൽ ആളുകൾ അദ്ദേഹത്തോട് പെരുമാറാൻ സാധ്യതയുണ്ടാകും. ഇൻ്റർസെക്സിൽ മിശ്രലിംഗരായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു താരാട്ട് പാട്ട് എഴുതാൻ പറ്റി. ഈ കഴിഞ്ഞ വിജ്ഞാന കൈരളിയുടെ പുസ്തകം കണ്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. കാരണം ഞാൻ ആരാധിച്ചിരുന്ന താരാട്ടുപാട്ടിൻ്റെ സിംഹങ്ങളെന്ന് ഞാൻ വിശ്വസിച്ചിരുന്ന പീലീല ചേച്ചി, അഭയദേവ്, ദക്ഷിണാമൂർത്തി, ഈ 3 പേരുടെ ചിത്രങ്ങൾക്കൊപ്പം എൻ്റെ ഫോട്ടോയും വന്നിട്ടുണ്ട്.